ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെ കുറ്റമുക്തനാക്കിയ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. അന്വേഷണ റിപ്പോർട്ടിലെ വീഴ്ചകൾ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഡിവൈഎസ്പി ടി രാജപ്പൻ തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നത്. ഹൈക്കോടതി നിരീക്ഷണം ശരിവെക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ടിലെ നിഗമനങ്ങൾ. ഇടതു നേതാക്കളും പ്രവർത്തകരുമായ 33 സാക്ഷികളുടെ മൊഴി മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുഖവിലക്കെടുത്തത്. ഭരണഘടനയെ സംരക്ഷിക്കേണ്ടവർ അധസ്ഥിതരെ ചൂഷണം ചെയ്യുന്നുവെന്ന വ്യാഖ്യാനമാണ് സജി ചെറിയാന്റെ പ്രസംഗത്തിന് ഇടതു നേതാക്കളും പ്രവർത്തകരും നൽകിയത്. എംഎൽഎമാരായ മാത്യു ടി തോമസ്, പ്രമോദ് നാരായണൻ, മുൻ എംഎൽഎമാരായ രാജു എബ്രഹാം, എ പത്മകുമാറും സമാന മൊഴി നൽകി. പരാതിക്കാരായ ബൈജു നോയൽ, കേരള കോൺഗ്രസ് നേതാവും മുൻ എംഎൽഎയുമായ ജോസഫ് എം പുതുച്ചേരി ഉൾപ്പെടെയുള്ള 6 പേർ മന്ത്രി സജി ചെറിയാനെതിരെ നൽകിയ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിഗണിച്ചില്ല. പരാതിക്കാരായ ആദ്യത്തെ 6 സാക്ഷികൾ പ്രസംഗം നേരിട്ട് കേട്ടിട്ടില്ലെന്ന നിലപാടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചത്. അവർ TV ചാനലുകൾ, സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പ്രസംഗം കേട്ടത്. അതിനാൽ പ്രസംഗം നേരിട്ട് കേട്ട ഇടതു നേതാക്കളെയും പ്രവർത്തകരുടെയും വ്യാഖ്യാനത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രാധാന്യം നൽകി. പ്രസംഗത്തിന്റെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് വരുന്നതിന് മുൻപാണ് കുറ്റമുക്തനാക്കിയ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. 1 മാസത്തിനു ശേഷം 2023 ജനുവരി 5-ന് സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2023 മെയ് 15-ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പുനരന്വേഷണം വേണമെന്ന ആവശ്യം നിരാകരിച്ചുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കുകയായിരുന്നു. സജി ചെറിയാനെ കുറ്റമുക്തനാക്കിയ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കുന്നതിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് തെറ്റുപറ്റിയെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പുനരന്വേഷണം സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു വിഭാഗത്തിൻ്റെ വ്യാഖ്യാനം മാത്രം പുനരന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് പരിഗണിക്കാൻ കഴിയില്ല. എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.